അല്ല, ഞങ്ങൾ റെഡിയാണെന്ന്, ഞങ്ങളും പ്രഖ്യാപിക്കും. ഞങ്ങൾ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറകം ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയം എന്താ? എന്താ സംശയം? സ്ഥാനാർത്ഥി ചർച്ച, ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ അനിശ്ചിതത്വമാണ് എല്ലാവരും വൈകിക്കാൻ കാരണം. എല്ലാവരും പൂർത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങളും നാളെ ഡൽഹിയിലെത്തും. ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയം എന്താ? ഏത് തർക്കമാണ് ഉണ്ടായിരുന്നത്? അതൊന്ന് കേൾക്കട്ടെ. അതല്ല, അതല്ലേ, അതൊക്കെ ഒറ്റപ്പെട്ട കാര്യങ്ങളല്ലേ. നിങ്ങൾ CPM-ലെ തർക്കത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കും. ഒരു ഗ്രൂപ്പുമില്ല ഇവിടെ, ഒരു ഗ്രൂപ്പുമില്ല, ഒരു ഗ്രൂപ്പുമില്ല. എറണാകുളം ജില്ലയിലൊന്നും ഒരു ഗ്രൂപ്പില്ല. നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കണ്ട. എന്താ കാര്യം ഇവിടെ? നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കുകയാണ് ഗ്രൂപ്പിന്റെ പേരിലല്ല ഇവിടെ വീതം വയ്ക്കുന്നത്. ഗ്രൂപ്പിന്റെ പേരിൽ സീറ്റ് വീതം വയ്ക്കുന്ന കാലമൊക്കെ അസ്തമിച്ചു. ഇപ്പൊ കേരളത്തിൽ അത് നിങ്ങൾ ചില പത്രങ്ങളിൽ വാർത്ത കൊടുക്കുന്നതാണ്, മാധ്യമങ്ങളിൽ. കേരളത്തിൽ ഒരു ജില്ലയിലും ഗ്രൂപ്പിന്റെ പേരിൽ സീറ്റുകൾ വീതം വെച്ചിട്ടില്ല. ആ കാലം കഴിഞ്ഞു, ആ കാലം അസ്തമിച്ചു. എല്ലാം നേതാക്കന്മാർ കൂടിയിരുന്ന് ആലോചിച്ച് കൂടിയാലോചനകൾ നടത്തി ഓരോ സീറ്റിലെയും വിജയസാധ്യത അനുസരിച്ചിട്ടാണ് സീറ്റുകൾ തീരുമാനിക്കുന്നത്. ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. ഒരു തർക്കവുമില്ല. അല്ല, നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. കാരണം ഒരു 18-ാം തീയതി ആയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഇതിന്റെ അകത്തൊരു ഒറ്റ വിഷയമുള്ളൂ. അത് പുതിയ സ്ഥാനാർത്ഥികൾ 2 കൂട്ടത്തിലുണ്ടല്ലോ, 3 കൂട്ടത്തിലുണ്ട്. പുതിയ സ്ഥാനാർത്ഥികൾക്ക് കുറച്ച് ദിവസം മാത്രം കിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, തെരഞ്ഞെടുപ്പ് ഈ ചൂടുകാലമാണ്. കൂടുതൽ നീണ്ടു നിൽക്കുന്നതിനേക്കാൾ നല്ലതാണ് പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഭയങ്കര കനത്ത ചൂടാണ്. ഇപ്പൊ തന്നെ പുതിയുഗ യാത്ര നടക്കുമ്പോൾ തന്നെ 36 ഡിഗ്രിയാണ് ചൂട്. ഈ ചൂട് കൂടി കഴിഞ്ഞാൽ എല്ലാവരും പ്രയാസവും. കാരണം കടുത്ത ചൂടിലേക്കാണ് കേരളം പോകുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം ഞങ്ങൾ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കാറുണ്ട്. കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കും.